ഹലോ എവരി വൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചക്കപ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1.5 കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഞാനിത് നേരിയതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ്. അധികം പഴുത്ത് ഉടഞ്ഞു പോവാത്ത ചക്ക വേണം നമ്മൾ എടുക്കാനായിട്ട്. നന്നായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ചെറിയ പീസായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ പായസത്തിൽ ഇടുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എല്ലാതും ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നേരിയതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചവ്വരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അതിനുശേഷം ചവ്വരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ചക്ക ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. ചക്കയൊന്ന് വെന്ത് നന്നായി വഴന്ന് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം എടുക്കും. അപ്പോഴത്തേനും ചക്ക നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ഒരു 6 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. വലിയ പീസല്ല, ഒരു മീഡിയം സൈസിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 പീസ് എടുത്തിട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. 1 കപ്പ് ശർക്കരപ്പാനിയുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചവ്വരിയുടെ വെന്തിട്ടുണ്ട്. നമുക്കത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചക്കയും ശർക്കരപ്പാനിയും ചവ്വരിയും കൂടി നന്നായി കുറുകി വരണം. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കണം. ഞാനിവിടെ 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 മുറി തേങ്ങ ചിരവിയതെടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 1-ാം പാൽ 2-ാം പാലൊന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടില്ല. ഒരുമിച്ചാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ശർക്കര നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കുറുകി വരണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ അടുത്തെടുക്കും നമ്മുടെ പായസം കുറുകി വരാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പായസം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അധികം തിക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടിയും കട്ടിയായി വരും. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വിഷുവിന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.